ഇതാ ലെഗ് പീസ് ചിക്കൻ പീസ് അടിപൊളിയാണ്. ഇതൊന്ന് നോക്കി കൊടൂരமான പല്ല്. அதுக்கு பல்லு வலியா? അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ഓടിപ്പോവാനായിട്ടുള്ള ലൊക്കേഷൻസ് റാങ്ക് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ദിവസത്തെ വല മൊത്തം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കിട്ടിയ മീനുകളെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇവിടെ കുറച്ച് വലയുള്ള സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ പാലാൻ ചെയിൻ കവറടക്കം ഉണ്ട്. ബാക്കിയുള്ള മീനൊക്കെ സ്റ്റോറിലേക്ക് ഇറക്കിയിട്ട. പിന്നെ ഇവിടെ ഒരു തെരണ്ടികളൊക്കെ ഉണ്ട്. ഇത്ര ഉള്ളു നിലവിൽ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇവർ നേരെ കിടന്നുറങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കുമെങ്കിൽ ഇവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളും പകലുകളാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ വലപ്പണിയുണ്ട്. ആ വലപ്പണി ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ച സമയത്ത് 1 മണിക്കാണ് ഉറങ്ങാനായിട്ട് സമ്മതിക്കുള്ളൂ. അത് കഴിഞ്ഞ് 1 മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ 3 മണിയാകുമ്പോൾ വലയിടാനായിട്ട് വീണ്ടും എണീക്കണം കേട്ടോ. വളരെ കഷ്ടപ്പെട്ട ഒരു പണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല രീതിയിലുള്ള കഷ്ടപ്പാടുണ്ട്. അറുബിഷ്ടനോட முகம் பாரு, தூக்கமே இல்லாம கண்ணெல்லாம் கலங்கி இருக்கு. இந்த வேலையெல்லாம் பார்க்கும்போது இப்பவே பாக்கி கட்டிட்டு ஓடுற மாதிரி இருக்கும். ஆனா ஓடுங்க போட்டுக்கு சுட்டு 2 ரவுண்டு. காசா இல்ல குடுக்குறது. நீராட்டு நீராட்டு. உப்பு தண்ணி தாண்டா காந்தும் உடம்பெல்லாம் காந்தும் கொஞ்ச நேரம் കഴിയും போது. ഉപ്പുവെള്ളത്തിൽ കുളിക്കണത് വേറൊന്നും കൊണ്ടല്ലട്ടാ. 28 ദിവസമൊക്കെ നമുക്ക് കടലിൽ കിടക്കുമ്പോൾ മെയിനായിട്ട് വേണ്ട ഒന്നാണ് നല്ല വെള്ളം, കുടിവെള്ളം. അപ്പോൾ വെള്ളം അങ്ങനെ അവർ ചിലവാക്കൂലട്ടാ. പിന്നെ നല്ല അടിപൊളി ട്യൂണ ചുക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ കഴിക്കാനായിട്ട് കൂടുതലായിട്ടും ഈ ഒരു ട്യൂണ ചുക്കി ആയിരിക്കും നമുക്ക് ഉണ്ടാവും. അതും പിന്നെ തലേ ദിവസത്തെ കന്നിയും ഉണ്ടാവും കേട്ടോ. എല്ലാ ദിവസവും മീൻ കിട്ടണമെന്നില്ല. കടലിലെ പണി അങ്ങനെയാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് മീൻ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഓണർ പറയണനുസരിച്ച് ഒരു ദിവസം ചിലപ്പോൾ 60-70 നോട്ടിക്കൽ മൈലൊക്കെ നമുക്ക് ഓടാനുണ്ടാവട്ടെ. സമയം ഒരു 10 മണിയായിട്ടുണ്ടാവും. രമേശണ്ണനപ്പം നേരത്തെ പണികളെല്ലാം ചെയ്ത് വെക്കേണ്ട. ഉച്ചക്കലത്തേക്കുള്ള പരിപാടിയാണ് ഈ ചെയ്യുന്നത്. സാമ്പാറും അതുപോലെ തന്നെ നല്ലൊരു അടിപ്പം മീൻ വറുത്തും ഉണ്ടാകും. അങ്ങനെ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ്, പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണം റെഡി ആക്കിക്കൊണ്ടിരിക്കേണ്ട. സാമ്പാറും അതുപോലെ തന്നെ നമ്മുടെ ഈ നെയ്മീനില്ലേ, നെയ്മീനിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാം. അതായത് ചവരവ എന്ന് ഇവർ പറയും. പിന്നെ ഓറിയ നെയ്മീൻ അങ്ങനെയൊക്കെ പറയോട്ടെ. ഞാൻ കാണിച്ചു തരാം സംഭവം. മീനെപ്പറ്റി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ കാഴ്ചയെ കാണുമ്പോൾ ഒറ്റയടിക്ക് നെയ്മീനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, പക്ഷേ ഇത് നെയ്മീനല്ല. ഇത് നെയ്മീൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയും. അതായത് നെയ്മീൻ്റെ അത്രയും ടേസ്റ്റി മീൻ ഉണ്ടാവില്ല കേട്ടോ. ചില കച്ചവടക്കാർ നെയ്മീനാണെന്നും പറഞ്ഞ് മീനെപ്പറ്റി അറിയാത്തവരെ പറ്റിക്കാറുണ്ട് കേട്ടോ ചില സ്ഥലങ്ങളിൽ. മീൻ വാങ്ങണവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നോക്കി വാങ്ങട്ടെ. ഇതിൻ്റെ ഫിൻസുമ്പോൾ നോക്കിയാൽ മതി, വ്യത്യാസങ്ങൾ നമുക്കറിയാൻ പറ്റും. നെയ്മീൻ്റെയും ആ ഡ്യൂപ്ലിക്കേറ്റ് നെയ്മീൻ്റെയും വ്യത്യാസങ്ങൾ. അതുപോലെ നല്ല തക്കുടുണ്ട പീസുകളായിട്ടാണ് പുള്ളിക്കാരൻ മീനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കി തരാനാണ്ട രമേശണ്ണൻ നമുക്ക് വാക്കുന്നേക്കുന്നത്. അരി അടുപ്പത്തിടുന്ന് തിളക്കുന്നുണ്ട്. നമ്മുടെ നാടൻ ബോട്ടിലൊക്കെ കുക്കറിലായിരിക്കും വെക്കണത്. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ്. അതുപോലെ ഒരു കൂടുതൽ മീൻ ഞാൻ തലയൊന്നും എടുക്കാറില്ല, പക്ഷെ ഇതിൻ്റെ തലയൊക്കെ എടുക്കണ്ട.
മീനൊക്കെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച് ഇനി മസാല വരലാണ്ട് വേപ്പില ഇഞ്ചി പച്ചമുളക് എല്ലാം ഇട്ടിട്ട് ഒരു കിടിലം മസാല ഉണ്ട് പുള്ളിക്കാരൻ്റെ മിക്സിയൊക്കെ ഉണ്ട് നമ്മുടെ ബോട്ടിനകത്ത്. ഒട്ടുമിക്ക ഗിൽനെറ്റ് ബോട്ടുകളിലും ചെറിയ ചെറിയ പാക്കറ്റിലായിരിക്കും അവരുടെ മസാല ഉണ്ടാവുന്നത്. അതുമാത്രമല്ല ഈ ഫിഷൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 65-ന്റെ മസാലയാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പോയപ്പോൾ അത് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. കണ്ട ഇതിട്ട് വറക്കാൻ നേരത്ത് നമുക്ക് വേറെ പൊടികളൊന്നും വേണ്ട. ഒരു പാക്കറ്റിലുള്ള ആ സാധനം പൊട്ടിച്ചിട്ട് കഴിഞ്ഞ് പിന്നെ മീനിട്ട് കഴിഞ്ഞാൽ വേറൊന്നും വേണ്ട. ഉപ്പുവരെ അതിലുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ അരച്ചെടുത്ത ആ ഒരു അരപ്പും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് ഓരോ മീനെടുത്തിട്ട് ആ മസാലയിൽ അങ്ങോട്ട് പുരട്ടി എടുക്കുമ്പോഴേക്കുണ്ടല്ലോ അടിപൊളി കേട്ടോ. പിന്നെ ഇതൊരു ഫിഷിംഗ് ബോട്ടാണെന്നും പിന്നെ അത് മാത്രമല്ല ഇത് കടലിൽ 1 മാസം കിടക്കുന്ന ബോട്ടാണെന്നും സൗകര്യങ്ങളൊക്കെ കുറവാണെന്നും നമ്മുടെ ആ ഒരു ഹോട്ടലിലെ വൃത്തിയും പിടിപ്പൊന്നും ഉണ്ടാവില്ലെന്നും നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് വേണോട്ടെ ഈ വീഡിയോ എല്ലാം കാണാനായിട്ട്. കാരണം ചിലവരുടെ കമൻറ്റ് കാണാറുണ്ട് ഒരു വൃത്തിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നമുക്ക് എല്ലാത്തിലും ഒരു പരിമിതികളുണ്ട് കടലിൽ. അപ്പോൾ അതൊന്നും മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ കേട്ടോ. അങ്ങനെ ആ മസാല നമ്മുടെ ആ ഒരു മീനിൻ്റെ പുറത്തിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് തൊട്ടിപ്പുറം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കേണ്ട. രമേശണ്ണം പറഞ്ഞ് ഒരാൾക്കൊരു പീസ് എന്നാണ്ട. കാരണം അത്ര ഉണ്ടാവും ഒരു മീനിൻ്റെ വലിപ്പം. മീൻ വറുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സാമ്പാർ വെക്കാനായിട്ട്. സാമ്പാറിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, എന്താ ടേസ്റ്റ് എന്നറിയോ, ഒരു രക്ഷയിലിട്ട് ഒരു സാമ്പാർ കറി അടിപൊളിയാണ് സാമ്പാർ. ഇത് കണ്ട മസാലയൊക്കെ പുരട്ടി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നിയിലെ വെള്ളം ഊറ്റിലാണ്ട. അത് ഊറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം ഇങ്ങനെ എടുത്തിട്ട് അതിനകത്ത് റോപ്പിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടി വെച്ചിട്ട് ഒന്ന് ചരിച്ചു വെക്കലാണ്. അതാണ് കേട്ടോ പരിപാടി. ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങിയാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കണമെങ്കിൽ അത് തെറ്റിയേട്ടാ. എല്ലാവരും മുന്നിലുണ്ട്. മുന്നിൽ വലപ്പണിയും കാര്യങ്ങളായിട്ട് നിൽക്കേണ്ട. അതെ കന്നിയുടെ വെള്ളം ഊറ്റണം ഇങ്ങനെയുണ്ട്. ആദ്യം നമ്മൾ റെഡിയാക്കണത് സാമ്പാറാണ്. കാരണം ആ മീനിൽ മസാല വരട്ടി വെച്ചിട്ടുള്ളൂ. അപ്പം തന്നെ വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മസാല ഒന്നും പിടിക്കില്ല. അപ്പോൾ കുറച്ച് നേരം ഒന്നും പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം സാമ്പാർ വെച്ചിട്ട് പിന്നീട് നമുക്ക് മീൻ വറക്കാൻ നോക്കട്ടെ. മല്ലിയിലേക്കിട്ട് റെഡിയാക്കിയ നല്ല സൂപ്പർ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി മീൻ വറക്കാനായിട്ട് പോകേണ്ട. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിനകത്ത് ഓയിൽ ഒഴിച്ച് നല്ല മുക്കി പൊരിച്ചെടുക്കാനുള്ള രീതിയിലാണ് ഓയിൽ ഒഴിച്ചേക്കുന്നത്. രണ്ടൂന്ന് പീസൊക്കെ വെച്ച് ഇടാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല അത്യാവശ്യം വലിപ്പമുള്ള പീസാൻ്റെ പേരിൽ കുറച്ച് നേരം എണ്ണയിൽ കിടക്കണം, അല്ലെങ്കിൽ വേവില്ല. അങ്ങനെ ആദ്യത്തെ സെറ്റ് നമ്മളിത് കോരി എടുത്തിട്ടാ. ഇത് കുറച്ച് ടൈം പിടിക്കും എന്തായാലും റെഡി ആവാനായിട്ട് കേട്ടാ. ക്ഷമ വേണം. നമുക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ക്ഷമയെന്ന് പറയുന്ന സാധനമില്ല കേട്ടോ. വലിയ പീസാൻ്റെ പേരിൽ പറഞ്ഞാൽ അങ്ങനെ പണി നമുക്ക് കഴിക്കാനും പറ്റില്ല. അങ്ങനെ ഞാൻ നേരെ അവിടെ നിന്ന് പോയി അണിയത്തുനിന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേർ ഇവിടെ വല കെട്ടിക്കൊണ്ടിരിക്കേണ്ട. വെയിൽ ചെറുതായിട്ട് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എന്തെന്നുള്ള രീതിയിലാണ് അവർ ആ വെയിലത്തിരിക്കുന്നത്. കാരണം പണിയെടുക്കാൻ വന്നു കഴിഞ്ഞാൽ പണിയെടുക്കുക. അതിൽ വെയിലും സൗന്ദര്യവും കാര്യങ്ങളൊന്നും അവർ നോക്കില്ല കേട്ടോ. ഇത് നോക്കിയാൽ നമ്മുടെ ചവരവായന വറുത്ത് നല്ല തക്കടുമുണ്ടം പീസുകളാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ 1 മണിയായിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴേക്കും നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ട് നല്ല അടിപൊളി സാമ്പാറും അതുപോലെ തന്നെ നല്ല അടിപൊളി ഫിഷ് ഫ്രൈ കേട്ടോ. അടിപൊളിയാണ്. ഇതാ ലെഗ് പീസ്, ചിക്കൻ പീസ് எனக்கு தா. அடி உட்காந்து நேரே கொண்டு ஆட்டோ கொண்டு பட்டு சராபுரன் வேற ஆட்டோ ஏறி வந்து லா பேல் தாள ஞாண்டு உட்காருங்க. அவங்க கேமரா போஸ்ட் பண்ணுங்க மக்கா. ലെഗ് പീസ് എടുത്തിട്ട് മുൻക അടി പാത്രമില്ലാത്തതിൻ്റെ പേരിൽ എനിക്കും എൻ്റെ നൻപനും കഴിക്കാനുള്ള ഫുഡ് ഞങ്ങൾ ഒരു തട്ടിലെടുത്തിട്ടാണ്. 2 മീൻ പീസും അതുപോലെ തന്നെ സാമ്പാറുണ്ട്. അപ്പോൾ ആദ്യം പുള്ളിക്കാരൻ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
ഓവർ എക്സ്പ്രഷൻ കൂടാതെ ഇത് നോക്കി. അടിപൊളി, കൊള്ളാം. നല്ല അടിപൊളി മീൻ വറുത്തതും സാമ്പാറും. ഇത് മൊത്തം ഞാൻ ഒറ്റക്ക് തന്നെയാണ്, അല്ലട്ടാ രണ്ടുപേരുണ്ട്. പിന്നെ ബോട്ടിലതിൻ്റെ പേരിൽ ചെറിയ പരിമിതികളൊക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഭക്ഷണമെല്ലാം കഴിച്ച് കുറച്ച് നേരം ഉറങ്ങി. ഒരു 3:30 മണിയായപ്പോഴേക്കും ഞങ്ങൾ വലയിടാനായിട്ട് തുടങ്ങിയേട്ടാ. വല ഇളക്കിക്കൊണ്ടിരിക്കണേണ്ടി കാണുന്നത് നോക്കിയേ. റുബിഷ്ടൻ, മണി, നാഗരാജ്, ആൽബർട്ട്, അപ്പുറം സെൽവം, ഉനീശ്വരണ്ണ, പിന്നെ നമ്മക്കാസി. വലയിളക്കി ഏകദേശം ഇപ്പോൾ ഒരു 5:30-5:45 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ്, വലയുടെ എത്ര നീളമുണ്ടെന്നും വീതി ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണട്ടെ. അത് മാത്രമല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, വൈകുന്നേര സമയത്ത് കടൽ കാണാനായിട്ടുണ്ടല്ല, എന്താ പറയുക, വേറൊരു ലെവലാണ് കേട്ടോ. ആകാശത്തേക്ക് നോക്കാൻ നേരത്തെ മേഘക്കട്ടകൾ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചേക്കണ പോലെയാണ് നമുക്ക് തോന്നുന്നത്. കണ്ട നോക്കി എന്താ ഭംഗിന്നുണ്ട. മൊബൈൽ ടവർ ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല, 4 സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ദേ ഈ കാണുന്ന കടലും അതുപോലെ ചില സമയങ്ങളിൽ ഈ കടലിലുള്ള പ്രകൃതിയുടെ കുസൃതികളും വണ്ടി കാണുന്നു. വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ട. വൈകുന്നേരത്തേക്ക് നമുക്ക് കഴിക്കാനായിട്ട് കോളിഫ്ലവർ ആണ്. കോളിഫ്ലവർ വറവൽ. ഒരു 7:30-8 മണിയോടെ ഉള്ളിൽ നമ്മുടെ വലയിട്ട് കഴിയോട്ടെ. അപ്പോൾ രാത്രിയിലത്തേക്ക് കഴിക്കാനുള്ള ഫുഡാണിത്. കോളിഫ്ലവർ ഉണ്ടാ വറക്കണത്. പിന്നെ നമ്മൾ ഉച്ചക്ക് വെച്ചിരുന്ന സാമ്പാറല്ലേ, അതിൻ്റെ ബാക്കിയും കൂടിയും കാണണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അതേ വലയിട്ട് കഴിയാറായി. ലാസ്റ്റ് കട്ടാപ്പാണ്ട് ഇളങ്ങുന്നത്. വലയിട്ട് കഴിഞ്ഞാൽ അതേ ആങ്കർ റോപ്പിനകത്ത് നമ്മുടെ വലയുടെ അറ്റം കുടുക്കി നേരെ കടലിലേക്ക് ഇടോട്ടെ. ആൽബർട്ട് അതേ ഫുഡായിട്ട് വന്നിട്ടുണ്ട്. സമയം ഇപ്പോൾ ഒരു 7:30-7:45 വന്നിട്ടാ. നോക്കി സൂര്യൻ്റെ വെട്ടം പോയിട്ടും അവിടെ ഒരു വെളിച്ചിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. സാമ്പാറുണ്ട്, പിന്നെ അതുപോലെ കോളിഫ്ലവർ വറുത്ത് വേണ്ട. ഞാനും നാഗരാജ് എപ്പോഴും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് അതുപോലെ ഒരേ പായയിൽ കിടന്നുറങ്ങേണ്ടിയാണ്. ഞാനിവനായിട്ട് ഏറ്റവും ആദ്യം ബോട്ടിൽ പോയപ്പോൾ ഒരു കമ്പനിയാണ് പെട്ടെന്ന് എനിക്കൊരു ഇഷ്ടം തോന്നിയാണ്. അത് വേറെ ഒന്നുമല്ല, കാരണം പെട്ടെന്നുള്ളൊരു പോക്കതിൻ്റെ വലിയ പുതപ്പൊന്നും എടുക്കാണ്ടാണ് പോയത്. രാത്രി നമ്മൾ വിചാരിക്കണമല്ലോ നല്ല തണുപ്പായിരിക്കുള്ളൂ. അപ്പോൾ ഇവൻ രാത്രി എനിക്ക് തണുത്ത് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പുതപ്പ് എനിക്ക് തന്നിട്ട് പിന്നെ ഒരു 28 ദിവസവും ഇവൻ പുതച്ചിടുന്നത് അവിടുത്തെ ഒരു ഷീറ്റ് വിരിച്ചാണ് കിടന്നത്. അപ്പോൾ ആ ഒരു കണക്ഷൻ എന്നും ഉണ്ടാവട്ടെ. അങ്ങനെ ഞങ്ങൾ ഉറങ്ങാനായിട്ട് പോകണ്ട. വീൽ ഹൗസിൻ്റെ പുറത്താണ് കിടന്നുറങ്ങുന്നത്. ഇവിടെ അങ്ങോട്ട് കിടക്കും, ആകാശത്തേക്കൊക്കെ നോക്കി നക്ഷത്രമൊക്കെ കണ്ട് നല്ല സുന്ദരമായിട്ട് ഇടന്നുറങ്ങാം. നല്ല തണുത്ത കാറ്റുണ്ട്. കുറച്ച് കഴിയുമ്പോൾ തണുക്കുമ്പോൾ എല്ലാവരും നീറ്റ് പോക്കോളും അല്ലേ. கொஞ்ச நேரம் കഴിഞ്ഞ് കുളിരുമ്പോൾ എല്ലാവരും ഓടി വില്ലേജുക്കുള്ളേ പോയിടും. സ്റ്റേ ഹിയർ. ആകാശം കാണിച്ചിരാട്ടോ, നല്ല നക്ഷത്രമുണ്ട്, കാണിച്ചിരാ. നിറയെ നക്ഷത്രം ഇருக்கு അല്ലേ. ഫോണിൽ കിടക്കല്ലേ. ഉറക്കമൊക്കെ കണക്കാണ്. ഒരു 2 മണിക്കൂർ ഉറങ്ങുമ്പോഴേക്കും ലൈറ്റൊക്കെ ഇട്ട് അപ്പം തന്നെ എണീപ്പിക്കും നമ്മളെ വല പിടിക്കാനായിട്ട്. കാരണം വെട്ടം നിലാവ് തന്നെ സമയമാണെന്നുണ്ടെങ്കിൽ മീനുകൾക്ക് വല കാണുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇരുട്ടുള്ളപ്പോൾ തന്നെ നമ്മൾ മാക്സിമം വല പിടിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ ഇപ്പം നിലാവ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ആദ്യത്തെ ആ ഒരു സെറ്റ് വല എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. ആദ്യത്തെ സെറ്റ് വല പാതി കയറിയപ്പോൾ തന്നെ നമുക്കൊരു 3-4 ചൂരയും അതുപോലെ തന്നെ ഒരു മയിലും കിട്ടിയിട്ടുണ്ട്. മയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓലക്കൊടി എന്ന് പറയൂലേ, ആ മീനാണ്ട് ഒരു മയിലെന്ന് പറയുന്നത്. ജീവനോടെ ഉണ്ടാവുന്നത്, അതായത് ഉയരുണ്ടായെന്നാണ് ഇവർ പറയുന്നത്. വലയെ കുടുങ്ങിയ അവശതയാണ്. പക്ഷേ ചൂണ്ടയിലേക്ക് കിട്ടി കഴിയുമ്പോഴല്ല ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു മീനാണ്. കാരണം നമ്മൾ പാഞ്ഞാരികൾ ഈ മീൻ വന്ന് നമ്മുടെ കൊമ്പെല്ലാം മേത്തൊക്കെ കുത്തിക്കഴിഞ്ഞാൽ പിന്നെ അതോടെ പരിപാടി ഇരുന്നിട്ട്. വലയിൽ ഇപ്പോൾ ഭയങ്കര ടയർഡായിട്ടാണ് ഈ സാധനം വന്നേക്കണത്. നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കൊമ്പ് നമ്മൾ ഒടിച്ചളയോട്ടെ.
പന്നിക്കോല എന്നാണ്ട ഇവർ ഈ മീനെ പറയണത്. കാരണം അതിന്റെ മീറ്റ് പന്നിനെ കൂട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് വീണത്. ഇംഗ്ലീഷിൽ ഇതിനെ സ്വോട്ട് ഫിഷ് എന്ന് പറയൂട്ടോ. അപ്പൊ ഇതിന്റെ മീറ്റ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണെന്ന് മാത്രമല്ല കൂടുതലും പോണ് എക്സ്പോർട്ടിങ് ആണെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇതിന്റെ കൊമ്പ് അത് നമ്മൾ മെയിൻ ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. കൊമ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നേരെ മുറിച്ച് കളയും. അതായത് കൊമ്പുള്ള ഏത് മീനായാലും അതിന്റെ കൊമ്പ് നമ്മൾ മുറിച്ച് കളയും. ഇതിന്റെ കൊമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള കൊമ്പാണ്. ഈ കൊമ്പുകൾ വെച്ചാണ് ഈ മീൻ മറ്റുള്ള മീനെ ആക്രമിച്ച് ഭക്ഷിക്കണേ കേട്ടോ. അതിൻ്റെ കൊമ്പ് മുറിച്ച് കഴിഞ്ഞപ്പോഴേക്കും അടുത്തേനെയും കൂടിയും കിട്ടിയിട്ടുണ്ടായിട്ടോ. നമ്മുടെ അണിയത്തുനിന്ന് പൊക്കി കയറ്റിയാണ്. അപ്പോൾ ഈ മീൻ വലയിൽ കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനെ കഴിക്കാനായിട്ട് ചിലപ്പോൾ സ്രാവുകൾ വരും. സ്രാവ് വന്നു കഴിഞ്ഞാൽ വേറൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിൻ്റെ ആ ഒരു കൊമ്പും പിന്നെ ആ ഒരു തലയുടെ ഇത്തിരി ഭാഗം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം സ്രാവ് കഴിച്ചിട്ട് പോകട്ടെ. ചില സമയങ്ങളിൽ വലയിൽ അറ്റപ്പറ്റക്ക് കുടുങ്ങിക്കിടക്കരുകളും മീൻ നമ്മൾ വീഞ്ചിൽ ഇങ്ങനെ വലിക്കണനുസരിച്ച് മീൻ പൊന്തി വരുമ്പോൾ വലയിൽ നിന്ന് ചിലപ്പോൾ ഉടഞ്ഞ് നേരെ വെള്ളത്തിലേക്ക് പോകും. വെള്ളത്തിലേക്ക് പോയാൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് താന്നു, കാരണം ഓൾറെഡി ചത്തിടക്കണ മീനായിരിക്കുമല്ല. അങ്ങനെ വരുമ്പോൾ നേരെ ഒരാളെടുത്ത് കടലിലേക്ക് ചാടൂട്ടാ. കടലിലേക്ക് ചാടിയിട്ട് മീനെ വലിച്ച് നേരെ നമ്മുടെ ബോട്ടിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്നില്ലെങ്കിൽ റോപ്പിട്ട് കയറ്റും, അല്ലെങ്കിൽ വലിയ മീനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പിയിൽ കുരുക്കി മുകളിലേക്ക് കയറ്റൂട്ടാ. ചാടിയാൽ നമുക്ക് എടുക്കാൻ കിട്ടുന്ന ആഴത്തിലാണ് മീൻ കിടക്കണമെന്നുണ്ടെങ്കിൽ ആരായാലും ചാടോട്ടെ. അതിപ്പോൾ 100 കിലോൻ്റെ മീനായാലും ശരി 10 കിലോത്തിൻ്റെ ചെറിയ മീനായാലും ശരി, നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാണല്ലോ ഓരോ മീനെ പിടിക്കുന്നത്. അപ്പോൾ അത് വെറുതെ കളയിലിട്ട് എന്തായാലും. അപ്പോൾ അതേ നമുക്ക് ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പന്നിക്കോലാനായിട്ട് നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് പന്നിക്കോലാൻ കുറവുള്ള സ്ഥലമൊന്നുമുണ്ട്. കാരണം ഇഷ്ടം പോലെ പന്നിക്കോലാൻ കിട്ടേണ്ടത് ഇതിൻ്റെയും കൊമ്പൊക്കെ. ഇതിൻ്റെ കൊമ്പും നമ്മളിപ്പോൾ മുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ കാലുമ്പോൾ തന്നെ ഈ കൊമ്പ് കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ചൂരല്ലാണ്ട് വലിയ മീനുകളെ കിട്ടുമ്പോൾ അതിന് ഒരു പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരുവെട്ടിന്ന് കണ്ടാണ്ട് പറയണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലിയ മീനുകളെ മാത്രം കിട്ടണതിനാണ് പരുവെട്ടി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ വയർലെസ്സിലൊക്കെ സംസാരിക്കുമ്പോൾ പരുവെട്ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ മീനുകളെല്ലാം പറയും. കട്ടക്കൊമ്പനി, ഓലക്കൊടിയൻ, അതുപോലെ ഈ പന്നിക്കോലൻ എല്ലാം പെടും. തെരണ്ടി എല്ലാം പെടും. അപ്പോൾ അതിൻ്റെ ഒരു കൊമ്പ് കണ്ട നോക്കി, ഒരു കൊമ്പ് ഞാനിങ്ങനെ മുറിച്ചെടുത്ത് ഇവിടെ വെച്ചേക്കണേണ്ടി കാണാം. കൊമ്പൊക്കെ ഈ കൊമ്പിൻ്റെ മുകൾ ഭാഗം മഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ അരോരിക്കോൾട്ടാ. ഇത് നമുക്ക് വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കാനായിട്ട് നല്ല രസമായിരിക്കും. പക്ഷെ എന്തോ ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ അതിന്. അതായത് നമുക്കിത് കൊണ്ടുവരാനായിട്ട് അങ്ങനെ പാടില്ല എന്നൊക്കെ തോന്നുന്നു. എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. സമയം ഒരു 3:30 മണിയോളായിട്ടുണ്ടാവും. നമ്മൾ വലയെടുത്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി രാവിലെ 9-10 മണി വരെ വലയെടുക്കും. മീൻ വരുമ്പോൾ ലേറ്റ് ആകും. കാരണം വീഞ്ചിൽ വന്നടിച്ചെടുക്കണമെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഈ വെള്ളത്തിലൊക്കെ ചാടി മീൻ എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റായി പോകട്ടെ. നിങ്ങൾ എത്ര പേര് ഈ വലിയ വലിയ മീനുകളെ കഴിച്ചിട്ടുണ്ടെന്നൊന്ന് പറയണോട്ടെ. അതായത് നമ്മുടെ ഓലക്കൊടിയൻ, അതായത് ഈ സെയിൽ ഫിഷ്, പിന്നെ കട്ടക്കൊമ്പൻ, ബ്ലാക്ക് മാർലിൻ, ബ്ലൂ മാർലിൻ, അങ്ങനത്തെ, പിന്നെ ഈ പന്നിക്കോലൻ, സ്വോട്ട് ഫിഷ്. എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പന്നിക്കോലൻ, അതായത് ഈ സ്വോട്ട് ഫിഷ് വറുത്ത് കഴിക്കാനായിട്ട് അടിപൊളിയുണ്ട്. അതുപോലെ തന്നെ ഓലക്കൊടിയൻ കറി വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കട്ടക്കൊമ്പനെ ഞാൻ കഴിച്ചിട്ടില്ല, കാരണം അത്രയും വലിയ വലിയ മീനുകളാണല്ലോ നമുക്ക് ഈ കട്ടക്കൊമ്പൻ ബോട്ടിനകത്ത് തന്നെ. ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഓലക്കൊടിയൻ ചെറുതൊക്കെ നമുക്ക് വരാറുണ്ട്. ഈ ഡാമേജ് ആയതൊക്കെ എന്തെങ്കിലും കടിച്ചതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മത് വിൽക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറക്കിയെടുക്കാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഓലക്കൊടിയൻ ഈ ചൂണ്ടയിലൊക്കെ ചില സമയങ്ങളിൽ ഓട്ടച്ചൂണ്ടിടുമ്പോൾ കിട്ടാറുണ്ട്. അങ്ങനെ അത് കഴിച്ചിട്ടുണ്ട്. പന്നിക്കോലാനും ചെറുത് വരാറുണ്ട്. കട്ടക്കൊമ്പൻ എപ്പോഴും നമ്മുടെ കയ്യിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതാണ്, അതുകൊണ്ട് അത് കഴിച്ചിട്ടില്ല കേട്ടോ. കട്ടക്കൊമ്പൻ അല്ലെങ്കിൽ നമ്മുടെ ബ്ലാക്ക് മാർലിൻ, ബ്ലൂ മാർലിൻ ആരെങ്കിലും കഴിച്ചവരുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയൊക്കെ ഇടുന്നൊന്ന് അഭിപ്രായം കമൻറ്റ് ഇടണം കേട്ടോ. നല്ല തെളിച്ചോണ്. അടിയിൽ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ക്യാമറയിൽ അത് എത്ര കാണിച്ചിട്ടും കാണിക്കാൻ പറ്റുന്നുണ്ട്. ദേ വന്നേക്കണം അടുത്ത പന്നിക്കോലാൻ. ഇതെന്താണ് ഇഷ്ടം പോലെ പന്നിക്കോലാനുള്ളതാണ്. ഒരു ഫാമിലിനെ തന്നെയാണ് നമ്മൾ പിടിച്ചേക്കണം. ഇത് നോക്കി, ഉള്ളയിൽ വലുത് ഈ ഓലക്കൊടിൻ്റെ റൈറ്റ് സൈഡിൽ കിടങ്ങനെയുണ്ട്. എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 100 കിലോൻ്റെ അടുക്കുണ്ടാവും കേട്ടോ. അടുത്തത് ഒരു തെരണ്ടി വന്നിട്ടുണ്ട്. വലിയ വിഷയമൊന്നുമില്ല കേട്ടോ. ചത്താണ് വന്നേക്കണത്, അല്ലെങ്കിൽ പണി പാളിയാനെ. കാരണം വലനെ കറക്കി വല മൊത്തം നമ്മൾ പിന്നെ പണിയെടുക്കേണ്ടവന്നെ. ഇത് കുറേ നേരമായിട്ടുണ്ടെന്ന് തോന്നുന്നു പെട്ടേക്കണം. കാരണമാണ് ഇങ്ങനെ ചത്ത് കിടക്കണത്. ചിലതൊക്കെ ചാവാണ്ട് അപ്പം തന്നെ ഇങ്ങനെ വിട്ടണമെങ്കിൽ ഉണ്ടല്ലോ, വലയും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കിങ്ങനെ പൊക്കി കയറ്റാനും. ഇത് അത്യാവശ്യം വലിപ്പമുണ്ടെന്നാലും ചത്ത് കിടക്കണതിൻ്റെ പേരിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ കിടന്ന് പിടക്കില്ല, പെട്ടെന്ന് നമുക്ക് പൊക്കി കയറ്റാൻ പറ്റൂട്ടോ.
ഈ തെരണ്ടിനെ കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല കാശ് കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ അത് തെറ്റിയേട്ടാ. തെരണ്ടിക്കൊക്കെ ഭയങ്കര വിലക്കുറവാണ്. കിലോ 70-80 രൂപയ്ക്കുള്ളൂ കേട്ടോ നമുക്ക് കിട്ടുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മീനാണ് ഈ തെരണ്ടി. എനിക്കിഷ്ടമാണ്. അപ്പോൾ അതേ അടുത്തൊരു തെരണ്ടിയും കൂടി നമ്മുടെ വലയിൽ കുടുങ്ങി വരുന്നുണ്ട്. ഇപ്പൊ പോവും, തട്ടിപ്പോവും. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റിനും ചെറിയ ചെറിയ മീനുകളുണ്ട് കേട്ടോ. വലിയ മീനുകൾ വരുമ്പോൾ അങ്ങനെയാണ്. അതേ മണ്ടുക്ക് വെക്കാൻ പോവാണ്. ജീവൻ അങ്ങനെ ഇല്ലെന്നും ഉണ്ടാ. എൻ്റെ പൊന്ന് നോക്കി കിടന്ന് പിടക്കണണ്ട. ചത്തട്ടിലിട്ട സാധനം ജീവനുണ്ട്. ഇന്ന് പണിയാണ് ഇതിനെ പൊക്കി കയറ്റാനായിട്ട്. തെരണ്ടിനൊരു സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഭയങ്കര ആക്റ്റീവാണ്. അത് കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വലയുടെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാന്നാണ്ട പറഞ്ഞത്. അങ്ങനെ അത് നേരം വെളുക്കാൻ പോകുന്നത്. രണ്ടാമത്തെ റൗണ്ട് കാപ്പിയും കൊണ്ട് എത്തിയുണ്ട്. കാരണം ഒരു 4 മണി 3:30 ആ ഒരു ടൈമിലൊക്കെ ആണ്ട് നമുക്ക് ഡീപ്പായിട്ട് ഉറക്കം തന്നെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ വലിയ മീനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതുങ്ങൾ ചാവാനായിട്ട് ഒരുപാട് നേരം പിടിക്കും. എനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടുവെക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇതുങ്ങളൊരു പ്രത്യേകതരം സൗണ്ടും ഉണ്ടാക്കട്ടെ. അപ്പോൾ അതേ ആ തെരണ്ടിനെ നമ്മൾ വലയിൽ നിന്ന് എടുത്തിട്ട് മാറ്റിയിടണയാണ്. ഇത് ചാവണതിന് മുമ്പ് കുറച്ച് വെള്ളവും ഞാൻ അതിൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു, ഉപ്പുള്ള. അതെ ഈ സാധനം നോക്കി. ആദ്യം ഞാൻ വിചാരിച്ചത് നമ്മുടെ ഈ ഓങ്കിള്, അതായത് ഡോൾഫിൻ ആയിരിക്കുള്ളൂ അല്ലെങ്കിൽ കടൽപ്പന്നി ആയിരിക്കുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല സാധനം. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു ഒരു വലിയ സാധനങ്ങൾ നമ്മൾ ഓടിച്ചിരുന്നില്ലേ, 10-200 കിലോ. അതിൻ്റെ മക്കളെന്തോന്നും ഉണ്ടാവും. വലിയ സ്രാവന്വേഷണം എന്താണെന്ന് നമ്മുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. കണ്ട അതിൻ്റെ ചെറുതാണ് ഇത് നോക്കി. എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 10, 25, 50 ഉണ്ടാവട്ടെ. ഇതിൻ്റെ പല്ലെന്ന് പറഞ്ഞാൽ അല്ലേ ഭയങ്കര ഡേഞ്ചറാണ് ഇതിൻ്റെ പല്ല്. മാക്കോ ഷാർക്ക് എന്നാണ് ഇതിനെ പറയണത്. ശരിക്കും ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിൻസാണ് നമ്മൾ എടുക്കുന്നത്. ഫിൻസ് വെച്ചിട്ട് മെഡിക്കൽ പർപ്പസിനാണ് പോകുന്നത്. നമ്മൾ ഇതിനെ കഴിക്കാനായിട്ടൊക്കെ അങ്ങനെ ഉപയോഗിക്കാറുണ്ടായില്ലെന്നും എനിക്കറിയില്ല കേട്ടോ. നോക്കി ഡേഞ്ചറാണ് ഇതിൻ്റെ പല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ. പല്ലുമ്മ നമുക്ക് ഒരു പിടുത്തം ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വിടില്ല. അത്രക്ക് ഡേഞ്ചറാണ് ഇതിൻ്റെ പല്ല്. കാരണം അത്രക്ക് ഷാർപ്പാണ്. നോക്കി കണ്ടാ. ഇപ്പം കിട്ടിയ വലിയ വലിയ മീനുകൾ അപ്പോൾ സ്റ്റോർ റൂമിലേക്ക് ഇറക്കാനായിട്ടുള്ള പരിപാടിയുണ്ട്. കാരണം തെരണ്ടിനെ നമ്മൾ അവസാനം ഇറക്കുള്ളൂ. ബാക്കിയുള്ള മീനുകളൊക്കെ നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കേണ്ട. തെരണ്ടിയുടെ കുടലൊക്കെ എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട. വലിയ മീനുകളുടെയൊക്കെ കുടൽ നമ്മൾ എടുത്ത് കളഞ്ഞിട്ടാണ്. കുടലെടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. നമുക്ക് ഐസ് നല്ല അടിപൊളിയായിട്ട് ഫ്രീസായി മീൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കുടലെടുക്കുന്നത് കേട്ടോ. സ്രാവിൻ്റെ കുടൽ നമ്മൾ എടുക്കില്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ പല്ല് കണ്ടേ. ഏറ്റവും ആദ്യം വന്നാണ്ട നമുക്ക് ഈ മാർലിൻ ഫിഷ് പിന്നെ കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ ഇപ്പോഴാണ് കിട്ടുന്നത് കട്ടക്കൊമ്പൻ എന്ന് പറയൂട്ടാ. ഇത് ഒരു ബ്ലൂ മാർലിനാണ് ബ്ലാക്ക് മാർലിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ഉണ്ട് ഇനി ബ്ലാക്കും ഉണ്ട്. ഏത് കളറാണെന്ന് മനസ്സിലാവണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. നോക്കി കണ്ടോ, ഒരു ബ്ലൂയിഷ് കളറും അതിനകത്ത് കയറുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളറും കയറുന്നുണ്ട്. അപ്പോൾ മാർലിനാണ്. മാർലിൻ്റെ വിഭാഗത്തിൽപ്പെട്ട് ബ്ലൂ മാർലിനാണ് ബ്ലാക്ക് മാർലിനാണെന്ന് അറിയില്ല കേട്ടോ. നോക്കിയാൽ കണ്ട. സ്രാവിൻ്റെ വീഡിയോ ഇട്ടിരുന്നപ്പോൾ ഒരുപാട് പേഴ്സണലി മെസ്സേജും അതുപോലെ കമൻ്റായിട്ടൊക്കെ ചോദിച്ചിരുന്നു ഒരു പല്ലേറോ ലോക്കറ്റ് ഉണ്ടാക്കാനെന്നും പറഞ്ഞ്. പക്ഷെ നമുക്കിത് എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുതൊക്കെ വലിയ വിഷയമില്ല. വലുതിൻ്റെ നമ്മൾ എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് നിൽക്കണില്ല. ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിലാണ് നമ്മൾ എടുക്കാൻ. അങ്ങനെ പൊന്നിതേ അടുത്ത പന്നിക്കോലാനയും കൊണ്ട് വന്നേക്കണ്. ഇതൊരു ചെറുതാണ്ട. ഇതെന്താണ് കറക്റ്റ് ഫാമിലി കൂട്ട് തന്നെയുള്ള അച്ഛനമ്മ 2 പിള്ളേരെ പിടിച്ച് വെച്ചേക്കണ പോലെ ഉണ്ട്. കറക്റ്റ് നമുക്ക് മീൻ കിട്ടിയാണ്. ചിലവർക്ക് ഈ മീൻ പിടിക്കണതൊക്കെ കാണുമ്പോഴും മീനെ കഴിക്കണതൊക്കെ കാണുമ്പോൾ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സൂക്കേടാണ്.
പലരുടെയും കമൻറ്റുകളാണ് കാണുന്നത്, അതൊരു ജീവിയാണ്, അതിന് ജീവനുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇഷ്ടം പോലെ കമൻറ്റുകൾ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വരാറുണ്ട്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ വെജ് കഴിക്കാത്ത ആളുകളെല്ലാം വെജ് കഴിക്കണവർ, ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കണവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സസ്യങ്ങൾക്ക് കൊണ്ടിട്ട ജീവൻ, അപ്പം നിങ്ങളും ആ ഒരു ജീവൻ ഇല്ലാണ്ടാക്കിയിട്ടാണ് കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൈക്കിളാണ്. പലരുടെയും വിചാരം മീനുകളൊക്കെ പിടിച്ച് തീർത്തുള്ള എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അതങ്ങനെ തീരില്ല, അതൊരു സൈക്കിളാണ്. അതിപ്പോൾ ഈ ഒരു പിടിച്ച മീനുകൾ ഒരു 10,000 കണക്കിന് മുട്ടകളും പ്രസവമൊക്കെ നടത്തിയിട്ടുണ്ടാവും. അതങ്ങനെയാണത്. കടലിൽ നമ്മൾ പോണത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണത് പലരും ഇത് കാണാത്തുണ്ടാവുമെന്ന് അറിഞ്ഞിട്ട്, അതിലും നമ്മളെ ചീത്തവിളി എന്താ ചെയ്യാല്ലേ. അപ്പോൾ അതെ, നമുക്ക് ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലക്ക് ഡേ എന്ന് തന്നെ വേണമെങ്കിൽ പറയട്ടെ. കാരണം ദേ കണ്ട ആൽബർട്ട് ഇപ്പോൾ തട്ടി വീഴാൻ പോയിട്ടുണ്ട്. അതുപോലെ കൊമ്പിരിക്കുമ്പോൾ അതിൽ നമ്മൾ തന്നെ തട്ടി വീഴും. അതാണ് ഈ പറയുന്നത്. കാരണം അത്യാവശ്യം ലക്കുള്ള ഡേ ആണ്ട നമുക്കിന്ന്. ദേ സ്രാവിന് ഒരെണ്ണത്തിന് കിട്ടിയുണ്ട്, ജീവനോടെയാണ് വന്നേക്കണത്. ഇതിന് ഒരു പാൽസുറ എന്ന് പറയട്ടെ, അതായത് പാൽസ്രാവ് എന്നാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ പിടിക്കാൻ വേണ്ടിയാണ് ഈ സാധനം കടിക്കും. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സ്രാവ് എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് തൊടാനും പിടിക്കാനൊക്കെ പേടിയുണ്ട്. കാരണം ചെറുപ്പം തൊട്ടേ നമുക്ക് കേട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്രാവ് എന്ന് പറഞ്ഞാൽ വളരെ വളരെയധികം ഡേഞ്ചറായിട്ടുള്ളൊരു മീനാണെന്നാണ്. അപ്പോൾ ഈ സാധനങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ കടിക്കണതുണ്ടാവാം, കടിക്കാത്തതുണ്ടാവാം, ചിലപ്പോൾ മനുഷ്യനെ കൊല്ലണതുണ്ടാവാം, കൊല്ലാത്തതുണ്ടാവാം. എന്നാലും സ്രാവ് എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിടിക്കാനും അതുപോലെ തന്നെ വെള്ളത്തിലിറങ്ങാനൊക്കെ എല്ലാവർക്കും ഭയമുണ്ട്. അതായത് നോക്കി, ഇതിനെ കാണുമ്പോൾ നല്ല ക്യൂട്ടല്ലേ. അതേ അടുത്തെന്തോ മീൻ വലയെ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് കാണാൻ പറ്റുന്നില്ല. തെരണ്ടി കണ്ട, തെരണ്ടിതേ അടുത്ത തെരണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. തെരണ്ടി കിടന്ന് പടക്കം നോക്കി കണ്ട. ഒരു ഡ്യൂപ്ലിക്കേറ്റ് നെയ്മീൻ നമ്മുടെ വലയും തട്ടിപ്പോയിട്ട്, അതായത് ആ ചവരവാനില്ലേ, അത് വലയും തട്ടിപ്പോയിട്ട് ഇതേ രമേശനൻ കടലിൽ ചാടി എടുത്തിട്ട് കയറി വന്നേണ്ടി കാണാം. അതെ അടുത്തത് ഓലക്കൊടിയും വന്നിട്ടുണ്ട്. ഓലക്കൊടിയൻ മയിലെന്ന് പറയട്ടെ. ഒരു നോക്കി ഓലയുള്ള അതിൻ്റെ കാണുന്നത് ബീഞ്ചിലടിച്ച് കറക്കിയെടുക്കാൻ പറ്റുമല്ലോ ഈ സാധനം. വല കുടുങ്ങിയിടുന്നതുകൊണ്ടാണ്. വന്നി ഓലക്കൊടിയൻ ഒരെണ്ണമല്ല കേട്ടോ, അതിൻ്റെ പുറകിലുണ്ടെന്ന് തോന്നുന്നു ഓലക്കൊടിയൻ തന്നെ. பொண்ணுக்கு வெளியே போகுது. பார்த்து ஆளுக்கு பரட்டி போடுங்க, மீனை பரட்டி போட்டு தட்டுங்க. கீழே மாலை கொடிக்கணும். എസ്പി പവർ റേഞ്ചർ. ഒരു 3-4 സെറ്റ് വലയോളം കയറി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീനിൻ്റെ ലഭ്യതയൊക്കെ കുറഞ്ഞു വന്നിട്ടാ. അവസാനം കിട്ടിയത് പിന്നെ ഈ ഒരു കട്ടക്കൊമ്പനാണ്. അത് കഴിഞ്ഞ് പിന്നെ ചെറിയ 1-2 ചൂരയൊക്കെ വന്നിട്ടാ. അവസാന സെറ്റ് വലയുടെ കൊടിക്കമ്പും കൂടിയും കയറ്റിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുക. അതായത് വല ഏകദേശം ഒരു 95% കയറി കഴിഞ്ഞിട്ട് ഇനി ഒരു 5% കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ മീനുണ്ടെന്നും കൂടി നമുക്ക് നോക്കാമെന്നുള്ളൂ. ചിലപ്പോൾ മീൻ വരും, കാരണം വെട്ടമായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല ഒന്നും. ഇപ്പോൾ ഒന്നും പെടില്ല, മുന്നേ പെട്ടേക്കണ മീൻ ഏതെങ്കിലും ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കട്ടാപ്പ് നമ്മളിതേ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. പറഞ്ഞു തീരണതിന് മുന്നേ തന്നെ അതേ ഒരു തെരണ്ടി വലയെ കുടുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ജീവൻ ഉണ്ടായില്ല എന്നറിയില്ല, നമുക്ക് നോക്കാം എന്തായാലും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ രാവിലെ കുടുങ്ങിയണേയിരിക്കില്ല, നേരത്തെ മുന്നേ കുടുങ്ങിയണേയിരിക്കുള്ള. ഹുക്കിടുമ്പോൾ നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ അത് പിടക്കും കിടന്നു. ഇവരുടെ മീനെ പിടിച്ചേറ്റുമ്പോൾ ഏലംവിളിയൊക്കെ അടിപൊളിയാണ്ട.
റുബിസ്റ്റൻ പറഞ്ഞ പോലെ വെള്ളത്തിൽ കിടന്നപ്പോൾ പടച്ചില്ല ബോട്ടിലേക്ക് എടുത്തിട്ട് കഴിയുമ്പോൾ അതേ ഉയരി വന്നേക്കണം. ഇതുപോലെ തെപ്പാക്കട്ടകൾ കുത്തി വരുമ്പോൾ, അതായത് വേസ്റ്റ് പോയിൻ്റെ തെർമോക്കോളുകൾ കുത്തി വരുമ്പോൾ അതിനർത്ഥം അടിയിൽ വലിയ മീനെന്തോ കുടുങ്ങിയിട്ടുണ്ടെന്നാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അതിനകത്തൊന്നും ഉണ്ടായില്ലട്ടാ. ചിലപ്പോൾ വല പിണഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ വല ഏകദേശം കയറി കഴിയാറായി. ഇനി ഒരു 50 പോയിന്റും കൂടി ഉണ്ടാവുള്ളൂ. ഒക്കെ അയച്ച് നമ്മൾ നേരെ ചാർജ് ചെയ്യാനായിട്ട് വെക്കും. അതുപോലെ വലക്ക് ഹോളുള്ളതെല്ലാം നമ്മൾ നേരെ ഇവിടെ ഇരുന്ന് തുന്നി ഇനി അടുത്ത സ്ഥലത്തുമ്പോഴേക്കും വലപ്പണിയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. വീണ്ടും ഒരു കിടക്കാച്ചി എപ്പിസോഡായിട്ട് നമ്മൾ വന്നിട്ടാ. ടാറ്റാ.